Good morning to all. Once again, welcome back to our SS class. Last class, we have discussed the structure of the French society. Now, so one of this structure led to the French Revolution, and besides the structure, one of the another cause of the French Revolution was the inspiration of the from the thinkers to the French society, or the various thinkers inspired the French people to fight against the existing rule, and we know that the features of the existing rule in the very first and second class we have discussed, and the ideologies of the thinkers inspired the French people to fight against the rulers, and some of the thinkers were inspired the French people were Voltaire, Rousseau, Montesquieu. Their ideas inspired the French people. Voltaire, according to Voltaire, the ideas of Voltaire ridiculed the exploitation of clergy, and promoted rational thinking, ideals of equality and humanism. Voltaire promoted the rational thinking, ideals of equality and humanism. എന്തൊക്കെയാണ് വോൾട്ടയർ എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഒരു ചിന്തകൻ ഫ്രഞ്ച് ജനതയെ ഉത്തേജിപ്പിച്ചു, അല്ലെങ്കിൽ ഫ്രഞ്ച് ജനതയെ അവിടെ നിലവിലുണ്ടായിരുന്ന ഫ്രഞ്ച് സൊസൈറ്റിയുടെ സ്ട്രക്ചറിനെയും ഒക്കെ വിമർശിച്ചുകൊണ്ട് ഫ്രഞ്ച് ജനതയെ ഫ്രഞ്ച് ജനതയെ ഇൻസ്പയർ ചെയ്തു. എങ്ങനെയാണ്? റൈഡിക്യൂൾഡ് ദി എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് ക്ലർജിയുടെ ഈ മൂന്നാം എസ്റ്റേറ്റിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നതിനെ വളരെ പരിഹാസത്തോടെ അല്ലെങ്കിൽ പരിഹസിച്ചു. റൈഡിക്യൂൾഡ്, അല്ലേ? ദെൻ വോൾട്ടയർ പ്രൊമോട്ടഡ് റാഷണൽ തിങ്കിങ്. ഹി പ്രൊമോട്ടഡ്, എന്തിനെ പ്രൊമോട്ട് ചെയ്തു? യുക്തിചിന്ത, അല്ലേ? ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊന്നും യുക്തിക്ക് നിരക്കാത്തതാണ്, അല്ലേ? ഇത്തരത്തിലുള്ള എക്സ്പ്ലോയിറ്റേഷൻ ഒന്നും യുക്തിക്ക് നിരക്കാത്തതാണ്. അപ്പോൾ ആ യുക്തിചിന്തയെ പ്രൊമോട്ട് ചെയ്തു, റാഷണൽ തിങ്കിങ്. ദെൻ ഐഡിയൽസ് ഓഫ് ഈക്വാലിറ്റി. ഇൻ ദി ഫ്രഞ്ച് സൊസൈറ്റി there were number of inequalities, economic inequality, social inequality, etc., അല്ലേ? നമ്പർ ഓഫ് ഇൻഇക്വാലിറ്റീസ്, അല്ലേ? ആർക്കും സാമ്പത്തിക അസമത്വമില്ല, അവിടെ സാമൂഹിക അസമത്വമില്ല, അല്ലേ? സാമ്പത്തിക സമത്വമില്ല, സാമൂഹിക സമത്വമില്ല, അല്ലേ? മുഴുവൻ എന്തായിരുന്നു? അസമത്വങ്ങളായിരുന്നു. അപ്പോൾ വോൾട്ടയർ പ്രൊമോട്ടഡ് ദി ഐഡിയൽസ് ഓഫ് ഈക്വാലിറ്റി. എല്ലാവരും ഈക്വലാണ് എന്ന ഒരു മഹത്തായ ആശയം വോൾട്ടയർ മുന്നോട്ട് വെച്ചു. ആൻഡ് ഓൾസോ ഹ്യൂമാനിസം, അല്ലേ? മാനവികത. എല്ലാ മനുഷ്യരും തുല്യരാണ്, എല്ലാവർക്കും അധികാരമുണ്ട്, അല്ലെങ്കിൽ എല്ലാവരും നിയമത്തിന് മുമ്പിൽ തുല്യരാണ്. ദർ ഈസ് നോ ഡിസ്ക്രിമിനേഷൻ. ദർ ഈസ് നോ ഡിസ്ക്രിമിനേഷൻ ബിഫോർ ലോ, അല്ലേ? നിയമത്തിന് മുമ്പിൽ എല്ലാവരും തുല്യരാണ്, അല്ലേ? ഹ്യൂമാനിസം എന്ന് പറയുന്ന ആശയം. ഈ ആശയങ്ങളൊക്കെ പ്രൊമോട്ടഡ് ബൈ വോൾട്ടയർ. And also one of the another thinker named Rousseau's famous statement was, man is born free, but everywhere he is in chain. Man is born free, but everywhere he is in ചെയിൻ, അല്ലേ? എന്ന് വെച്ചാൽ എന്താ? ഹി സ്പെൽഡ് ഔട്ട് ദി ഇമ്പോർട്ടൻസ് ഓഫ് ഫ്രീഡം വിത്ത് ദി സ്റ്റേറ്റ്മെന്റ്, അല്ലേ? ആ സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു എന്താ ഇമ്പോർട്ടൻസിനെ വ്യക്തമാക്കിക്കൊണ്ട് അദ്ദേഹം മുന്നോട്ട് വെച്ച വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഓൺ ദാറ്റ് ടൈം വാസ്, മാൻ ഈസ് ബോൺ
ഫ്രീ അല്ലേ? എല്ലാ ജനങ്ങളും ജനിക്കുന്നത് സ്വതന്ത്രമായിട്ടാണ്. ബട്ട് എവരിവേർ ഹി ഈസ് ഇൻ ചെയിൻസ്. ബട്ട് എല്ലായിടത്തും എന്നാൽ അവൻ ഈ മനുഷ്യൻ ചങ്ങലയിലാണ്. എന്ന് വെച്ചാൽ വലിയ വിഭാഗം ജനങ്ങൾ ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും എന്താണ് ഈ ചെറിയ വിഭാഗങ്ങളാൽ അടിച്ചമർത്തപ്പെട്ട് എക്സ്പ്ലോയിറ്റ് ചെയ്യപ്പെട്ട് കഴിയുകയാണ്. അതാണ് റൂസോ അദ്ദേഹത്തിൻ്റെ വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സ്റ്റേറ്റ്മെൻറ്റിലൂടെ മുന്നോട്ട് വെച്ചത്. എന്താണ്? ദി സ്റ്റേറ്റ്മെൻറ്റ് വാസ് മാൻ ഈസ് ബോൺ ഫ്രീ but everywhere he is in chains. And also Rousseau declared that the people are the sovereign. അല്ലേ? റൂസോ മുന്നോട്ട് വെച്ച ഒരു പ്രധാനപ്പെട്ട മറ്റൊരു ആശയം that the people are the sovereign. അല്ലേ? ജനങ്ങളാണ് പരമാധികാരം, അല്ലെങ്കിൽ ജനങ്ങൾക്കാണ് പരമാധികാരം. ഒരു രാജ്യത്തെ ഭരണകൂടം നയിക്കേണ്ടത് ആരാണെന്ന് തീരുമാനിക്കാനുള്ള അവകാശം ജനങ്ങൾക്കാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഡെമോക്രസിയിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒരു തരത്തിലുള്ള ആശയമാണ് റൂസോ മുന്നോട്ട് വെച്ചത്. ആൻഡ് ഹി ഡിക്ലെയർഡ് ദാറ്റ് ദ പീപ്പിൾ ആർ ദി സോവറിൻ. ആൻഡ് വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് അനദർ തിങ്കർ വാസ് Montesquieu. One is already studied Voltaire and Rousseau, and another thinker was Montesquieu. Encouraged democracy and republic. അല്ലേ? Montesquieu encouraged democracy and republic. അല്ലേ? ഒരു ജനാധിപത്യ റിപ്പബ്ലിക് രാജ്യത്തെ പ്രകീർത്തിച്ചു, അല്ലെങ്കിൽ എൻകറേജ് ചെയ്തു, അതിനെ മുന്നോട്ട് വെച്ചു ഈ പറയുന്ന Montesquieu. And also suggested division of power of the government into legislature, executive and judiciary. Montesquieu suggested division of power. എന്താണ് അദ്ദേഹം മുന്നോട്ട് വെച്ച ആശയം? ഡിവിഷൻ ഓഫ് പവർ. എന്താ ഡിവിഷൻ ഓഫ് പവർ? എങ്ങനെ ഡിവൈഡ് ചെയ്യണമെന്നാണ് Montesquieu പറഞ്ഞത്? ഇൻടു ഡിവിഷൻ ഓഫ് പവേഴ്സ് ഓഫ് ദി ഗവൺമെൻറ് ഇൻടു ലെജിസ്ലേറ്റീവ്, എക്സിക്യൂട്ടീവ് ആൻഡ് ജുഡീഷ്യറി. ഇപ്പോൾ ഒരു ഏകാധിപത്യ രാജ്യത്തിൻ്റെ പ്രത്യേകത ഈ മൂന്ന് കാര്യങ്ങളും, എന്താ ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ് ആൻഡ് ജുഡീഷ്യറി എന്ന് പറഞ്ഞാൽ ഇൻ മലയാളം വി കൻ സേ നിയമനിർമ്മാണം, ലെജിസ്ലേറ്റീവ് അല്ലേ? നിയമനിർമ്മാണ സഭകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാകും. നിയമനിർമ്മാണ സഭ, അതുപോലെ കാര്യനിർവഹണം എക്സിക്യൂട്ടീവ് ആൻഡ് ജുഡീഷ്യറി, നീതി നിർവഹണം. ഈ മൂന്ന് കാര്യങ്ങൾ അല്ലേ? നമ്മുടെ രാജ്യത്താണ് ഇങ്ങനെ ഡെമോക്രാറ്റിക് സ്റ്റേറ്റ് ഈ മൂന്ന് കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നത് മൂന്ന് ബോഡികളാണ് അല്ലേ? നമുക്കറിയാം നമ്മുടെ നിയമസഭകളും ലോക്സഭയും രാജ്യസഭയും ഒക്കെ എന്താ നമുക്ക് വേണ്ട, രാജ്യത്തിന് വേണ്ട നിയമങ്ങൾ ഉണ്ടാക്കുന്നു അല്ലേ? അത് എക്സിക്യൂട്ട് ചെയ്യാനായിട്ടുള്ള ഒരു ജനപ്രതിനിധികളും അടക്കം വരുന്ന ഒരു ബ്യൂറോക്രാറ്റിക് ഗ്രൂപ്പ് അല്ലേ? ഒരു ഉദ്യോഗസ്ഥ വൃന്ദം എക്സിക്യൂട്ട് ചെയ്യാൻ ഉണ്ടാക്കുന്ന നിയമങ്ങൾ നടപ്പിലാക്കാൻ. ആ നിയമങ്ങൾ ഇൻ കേസ് വയലേറ്റ് ചെയ്യപ്പെടുകയാണെങ്കിൽ അതിനെ ശിക്ഷിക്കാനും അല്ലെങ്കിൽ അതിൻ്റെ നിയമവശങ്ങൾ പരിശോധിച്ച് വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ ഒരു ജുഡീഷ്യൽ സംവിധാനവും കൂടെ ഉണ്ട് അല്ലേ? ജുഡീഷ്യറി, നീതിന്യായ വിഭാഗം അല്ലേ? അപ്പോൾ അങ്ങനെയുള്ള ഒരു വിഭാഗം, അങ്ങനെയുള്ള ഈ മൂന്ന് വിഭാഗങ്ങൾ ഫ്രാൻസിനെ സംബന്ധിച്ചിടത്തോളം എന്തായിരുന്നു? ഈ മൂന്ന് വിഭാഗങ്ങളും ആരുടെ കൈകളിലായിരുന്നു? കിങ്സിൻ്റെ കയ്യിലായിരുന്നു അല്ലേ? രാജാവ് എന്ത് ചെയ്യുന്നു? നിയമം ഉണ്ടാക്കുന്നു, ആ നിയമം നടപ്പിലാക്കാനുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കുന്നു, ആ നിയമത്തിന് വേണ്ട അത് വയലേറ്റ് ചെയ്യപ്പെടുകയാണെങ്കിൽ അതിൻ്റെ ജുഡീഷ്യറി നടപ്പാക്കുന്നു, അല്ലെങ്കിൽ നീതി നിർവഹണം നടത്തുന്നതും ഈ ഒരൊറ്റ ബോഡിയിലായിരുന്നു ഉണ്ടായിരുന്നത്. Montesquieu പറഞ്ഞത് എന്താ? Montesquieu മുന്നോട്ട് വെച്ച ആശയം എന്തായിരുന്നു? He suggested the division of power of the government. ഗവൺമെൻറ്റിൻ്റെ ഈ പവേഴ്സിനെ ഡിവൈഡ് ചെയ്യണം ഇൻറ്റു എങ്ങനെ? ലെജിസ്ലേറ്റർ ഒരു വിഭാഗം, ദെൻ എക്സിക്യൂട്ടീവ് നടപ്പാക്കാൻ വേറൊരു വിഭാഗം, ജുഡീഷ്യറി വേറൊരു വിഭാഗം. ഈ ഒരു ആശയം മുന്നോട്ട് വെച്ചത് Montesquieu ആയിരുന്നു. മൊത്തത്തിൽ ഈ ആശയങ്ങളൊക്കെ അല്ലെങ്കിൽ ഈ പറയുന്ന തിങ്കേഴ്സിൻ്റെ ഐഡിയോളജീസ് ആരെ ഇൻസ്പയർ ചെയ്തു? ഫ്രഞ്ച് പീപ്പിളിനെ ഇൻസ്പയർ ചെയ്തു. They inspired these thinkers inspired the French people to and they played these thinkers played a major role, a crucial role, a major role in creating the people about the awareness of the inequalities and exploitation existed in the French society.
അല്ലേ? ഫ്രഞ്ച് സൊസൈറ്റിയിൽ നിലവിലുണ്ടായിരുന്ന ആ ഇന്നിക്വാലിറ്റികളും അതുപോലെ ചൂഷണങ്ങളും എക്സ്പ്ലോയിറ്റേഷനും ഒക്കെ ജനങ്ങൾക്ക് തുറന്നു കാണിച്ചു കൊടുക്കുന്നതിൽ വളരെ വലിയ ഒരു റോൾ വഹിച്ചത്, അല്ലെങ്കിൽ ആ റോൾ വഹിച്ചത് ഈ പറയുന്ന തിങ്കേഴ്സ് ആയിരുന്നു. അത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ സാധിച്ചു. ആൻഡ് ദീസ് വർ ദി കോസസ് ഓഫ് ദി ഫ്രഞ്ച് റവല്യൂഷൻ. നൗ the course of the French Revolution, because of the number of reasons, France became bankruptcy. ഒരുപാട് കാരണങ്ങളെ കൊണ്ട് എന്തായി, ഫ്രാൻസ് പാപ്പരായി, അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ പക്കൽ അല്ലെങ്കിൽ ഗവൺമെൻറ് ഒരു ഫൈനാൻഷ്യൽ ക്രൈസിസിലേക്ക് പോയി, ഒരു സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് പോയി. എന്തൊക്കെയായിരുന്നു റീസൺസ്? വാട്ട് വർ ദി റീസൺസ് ബിഹൈൻഡ് ദി ഫൈനാൻഷ്യൽ ക്രൈസിസ് ഇൻ ദി ഫ്രാൻസ് on that time, or at the time of revolution? The luxurious life of the kings, clergy, nobles, etc. Clergy and lords or nobles. One of the reason of the bankruptcy. One is the luxurious life of kings, Bourbon kings, clergy and nobles, and the frequent wars, നിരന്തരമായി ഉണ്ടായ യുദ്ധങ്ങൾ, അത് ഫ്രഞ്ചിലെ സാമ്പത്തിക സ്ഥിതി വളരെ പരിതാപകരമായ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചു. മാത്രമല്ല, along with the frequent spells of drought and crop failure, ഫ്രാൻസിലുണ്ടായ വരൾച്ചയും കൃഷിനാശവും, crop failure and drought caused for the bankruptcy of France. Then ഈ കാരണങ്ങൾ കൂടാതെ another reason for the bankruptcy or the financial crisis was the financial and military assistance given to the American colonies in the American War of Independence also played a major role for the financial crisis in France. മനസ്സിലായില്ലേ? ഈ ഫ്രാൻസിലെ സാമ്പത്തിക ക്രൈസിസിന്, ഫൈനാൻഷ്യൽ ക്രൈസിസിന് ഒരുപാട് കാരണങ്ങളുണ്ടായിരുന്നു. ഒന്നാമത്തെ കാരണം നമ്മൾ നേരത്തെ പറഞ്ഞത് ഇതായിരുന്നു. എന്താ? ലക്ഷറിയസ് ലൈഫ് ഓഫ് ദി കിങ്, നോബിൾസ്, ക്ലർജി. മാത്രമല്ല, ഫ്രീക്വൻറ്റ് വാർസ്, ആൻഡ് ദെൻ ദി ക്രോപ്പ് ഫെയിലിയർ ആൻഡ് ഡ്രോട്ട്. ആൻഡ് ബിസൈഡ്സ് ദിസ്, one of the another reason is the financial and the military assistance given to the American colonies in the American War of Independence. അല്ലേ? അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിന് പലതരത്തിലുള്ള സാമ്പത്തികവും മിലിറ്ററിയുമായിട്ടുള്ള സഹായങ്ങൾ ഫ്രാൻസ് അമേരിക്കൻ കോളനികൾക്ക് നൽകിയിരുന്നു. അത് പിന്നീട് ഫ്രാൻസിന് എന്തായി മാറി? ഫ്രാൻസിനെ സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കി. സ്വാഭാവികമായിട്ടും നാച്ചുറലി എന്തുണ്ടാകും? To overcome this financial crisis, എന്ത് ചെയ്തിരുന്നു? ഈ സ്വാഭാവികമായിട്ടും ഒരു ഗവൺമെൻറ്റിന് പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ, പ്രത്യേകിച്ച് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യും? പലതരത്തിലുള്ള ടാക്സുകൾ ഇമ്പോസ് ചെയ്യും, അല്ലേ? അങ്ങനെ ആ പറയുന്ന ഫൈനാൻഷ്യൽ ക്രൈസിസിനെ പരിഹരിക്കാനുള്ള നടപടികൾ ചെയ്യും. Likewise, here also to levy new taxes upon common people, Louis XVI summoned the States General. What was the States General? The legislative assembly of the representative from all the three estates. എന്താ ചെയ്തത്? ലൂയി 16 called or summoned the States General for what? To levy new taxes. For what? To levy new taxes. ആ ടാക്സ് എന്തിനു വേണ്ടിയിട്ടായിരുന്നു?
ടു എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ഈ പറയുന്ന ടു സോൾവ് ദി ഫൈനാൻഷ്യൽ ക്രൈസിസ് ഫേസ്ഡ് ബൈ ഫ്രാൻസ് ബിക്കോസ് ഓഫ് ദി വേരിയസ് റീസൺസ് അല്ലേ? പല പല കാരണങ്ങളെ കൊണ്ട് ഈ ഫ്രാൻസിലുണ്ടായ സാമ്പത്തിക പ്രതിസന്ധി തരണം ചെയ്യാൻ, അതിനെ മറികടക്കാൻ ഈ ലൂയി 16 എന്ത് ചെയ്തു? സ്റ്റേറ്റ്സ് ജനറൽ വിളിച്ചുകൂട്ടി. എന്തിനു വേണ്ടി? ടു ലെവി ന്യൂ ടാക്സസ് അല്ലേ? എന്തായിരുന്നു ഈ സ്റ്റേറ്റ്സ് ജനറൽ എന്ന് പറഞ്ഞാൽ? the legislative assembly of the representatives from all the 3 estates. ഫ്രാൻസിലെ സൊസൈറ്റിയുടെ സ്ട്രക്ചർ നമുക്കറിയാം. 3 സ്ട്രാറ്റകളാണ് അല്ലെങ്കിൽ 3 എസ്റ്റേറ്റുകളാണ് ഫ്രാൻസിലുണ്ടായിരുന്നത്. ഈ 3 എസ്റ്റേറ്റിൽ നിന്നുമുള്ള റെപ്രസെൻറ്റേറ്റീവ്സിനെ അടങ്ങിയതായിരുന്നു ഫ്രാൻസിലെ സ്റ്റേറ്റ്സ് ജനറൽ. ആ സ്റ്റേറ്റ്സ് ജനറൽ ഈ ലൂയി 16 വിളിച്ചു കൂട്ടി. ഫോർ വാട്ട്? ടു ലെവി ന്യൂ ടാക്സസ് ടു ഓവർകം ദി financial crisis. And in the year 1789, 1789 ഈ ലൂയി 16 സ്റ്റേറ്റ്സ് ജനറൽ വിളിച്ചു കൂട്ടി ടു ലെവി ന്യൂ ടാക്സസ്. ആൻഡ് എന്തായിരുന്നു ഈ സ്റ്റേറ്റ് ജനറലിൻ്റെ പ്രത്യേകത? സ്റ്റേറ്റ് ജനറലിൻ്റെ പ്രത്യേകത ഫ്രഞ്ച് സൊസൈറ്റിയുടെ അതേപോലെ തന്നെ ലൈക്ക് വൈസ് ദി ഫ്രഞ്ച് സൊസൈറ്റി, ദി സ്റ്റേറ്റ് ജനറൽ ഓൾസോ 3 എസ്റ്റേറ്റ്, ഫസ്റ്റ് എസ്റ്റേറ്റ്, സെക്കൻഡ് എസ്റ്റേറ്റ് ആൻഡ് തേർഡ് എസ്റ്റേറ്റ്. ഇവിടെയും എന്തായിരുന്നു അതിൻ്റെ പ്രത്യേകത? ഫസ്റ്റ് എസ്റ്റേറ്റിലും സെക്കൻഡ് എസ്റ്റേറ്റിലും വളരെ കുറഞ്ഞ എണ്ണം റെപ്രസെൻറ്റേറ്റീവ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഓൺ ദി അതർ ഹാൻഡ് ഇവിടുത്തെ പ്രത്യേകത തേർഡ് എസ്റ്റേറ്റിൽ കുറച്ച് കൂടുതൽ ആളുകൾ ഉണ്ടായിരുന്നു. കാരണം തേർഡ് എസ്റ്റേറ്റിലാണ്, ഫ്രഞ്ച് സൊസൈറ്റിയിലെ തേർഡ് എസ്റ്റേറ്റിലാണ് ഏറ്റവും കൂടുതൽ ജനങ്ങൾ ഉണ്ടായിരുന്നത് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അല്ലേ? അപ്പോൾ ആ സ്റ്റേറ്റ്സ് ജനറൽ ലൂയി 16 എന്ത് ചെയ്തു? വിളിച്ചു കൂട്ടി. ആൻഡ് അതിൻ്റെ പ്രത്യേകത നമ്മൾ പറഞ്ഞു. എന്താണ് പ്രത്യേകത? സിമിലർ ടു ദി ഫ്രഞ്ച് സൊസൈറ്റി, ദി സ്റ്റേറ്റ് ജനറൽ ഓൾസോ ഹാഡ് 3 എസ്റ്റേറ്റ്സ്. ആൻഡ് അവിടെ ഉണ്ടായൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. അവിടെ പാരമ്പര്യമായിട്ട് അവിടെ ഉണ്ടായിരുന്നത് ഒരു നിയമം കൊണ്ടുവരുമ്പോൾ ആ നിയമത്തിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും വോട്ട് ചെയ്യാനുള്ള അവകാശം ഓരോ എസ്റ്റേറ്റിന് ഓരോ വോട്ട് എന്ന ക്രമമായിരുന്നു ഉണ്ടായിരുന്നത്. സ്വാഭാവികമായിട്ടും ഒരു നിയമം കൊണ്ടുവരുമ്പോൾ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് എസ്റ്റേറ്റ് എന്ത് ചെയ്യും? അതിനെ അനുകൂലിച്ച് അതിന് ഫേവറബിളായിട്ട് വോട്ട് ചെയ്യും. ആ ഓരോ എസ്റ്റേറ്റിനും ഓരോ വോട്ട് എന്ന് പറയുമ്പോൾ ആ എസ്റ്റേറ്റിൽ ആ ഒരു ഫ്രഞ്ച് സ്റ്റേറ്റ് ജനറലിൻ്റെ ഓരോ എസ്റ്റേറ്റിലെയും ഓരോ വോട്ട് കിട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും 2 വോട്ട് ഫേവറബിളായിട്ട് എന്തിനു കിട്ടും? ആ കൊണ്ടുവരുന്ന നിയമത്തിന് നിർബന്ധമായിട്ടും കിട്ടും. മൂന്നാമത്തെ എസ്റ്റേറ്റ് ഒപ്പോസ് ചെയ്താൽ പോലും. കാരണം മൂന്നാമത്തെ എസ്റ്റേറ്റിൽ കൂടുതൽ റെപ്രസെൻറ്റേറ്റീവ്സ് ഉണ്ടെങ്കിലും അവിടേക്ക് എന്തിനുള്ള റൈറ്റ് ഇല്ല? വോട്ട് ചെയ്യാനുള്ള അവകാശം റൈറ്റ് ഇല്ല. വോട്ട് മാത്രമേ ഉള്ളൂ? ഒരു എസ്റ്റേറ്റിന് ഒരു വോട്ട് എന്ന ക്രമമായിരുന്നു അവിടെ ഈ സ്റ്റേറ്റ് ജനറൽ ഉണ്ടായിരുന്നത്. ട്രഡീഷണലി ഈച്ച് എസ്റ്റേറ്റ് വുഡ് വോട്ട് ആസ് എ ഗ്രൂപ്പ് ആൻഡ് ഹാഡ് 1 വോട്ട് ടു 1 എസ്റ്റേറ്റ്. 1 വോട്ട് ടു 1 എസ്റ്റേറ്റ്. ദാറ്റ് വാസ് ദി ട്രഡീഷൻ. എന്തായിരുന്നു ട്രഡീഷൻ? ദി ട്രഡീഷൻ വാസ് എന്തായിരുന്നു? 1 വോട്ട് ടു 1 എസ്റ്റേറ്റ് ഇൻ ദി സ്റ്റേറ്റ് ജനറൽ. ആൻഡ് ആസ് എ റിസൾട്ട് ദി നൊബിലിറ്റി ആൻഡ് ക്ലർജി കുഡ് ഓൾവേസ് ഓവർറൂൾ ദി തേർഡ് എസ്റ്റേറ്റ് അല്ലേ? ഇങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും എന്തുണ്ടാകും? ഇങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ പറയുന്ന ക്ലർജി ആൻഡ് നൊബിൾ പീപ്പിൾ, നൊബിലിറ്റി എന്ത് ചെയ്യും? ഇതിനെ ഈ തേർഡ് എസ്റ്റേറ്റിനെ ഓവർറൂൾ ചെയ്യും. കാരണം സിംഗിൾ വോട്ട് ടു സിംഗിൾ എസ്റ്റേറ്റ്. ആൻഡ് ഇവിടെ സംഭവിച്ചത് ഈ ഒരു ഇൻ ദി ഇയർ 1789 ലൂയി 16 സമ്മൺ ദി സ്റ്റേറ്റ് ജനറൽ ഫോർ വാട്ട്? ടു ഇമ്പോസ് ന്യൂ ടാക്സ്. അതിന് വേണ്ടിയിട്ടാണ് വിളിച്ചു കൂട്ടിയത്. സ്വാഭാവികമായിട്ടും സ്റ്റേറ്റ് ജനറലിൽ എന്തായിരിക്കും? ഈ 2 വോട്ടുകൾ അല്ലെങ്കിൽ പറയുന്ന ആകെയുള്ള 3 വോട്ടുകൾ, ഫസ്റ്റ് എസ്റ്റേറ്റിൻ്റെ വോട്ട്, സെക്കൻഡ് അനദർ വോട്ട് ആൻഡ് തേർഡ് എസ്റ്റേറ്റ് അനദർ വോട്ട്. ഇങ്ങനെ വരുമ്പോൾ ഈ 3 വോട്ടിൽ 2
വോട്ടും നാച്ചുറലി ആർക്ക് കിട്ടും? ഇതിനെ അനുകൂലിച്ചു കൊണ്ട് കിട്ടും. ഏതാ? ഈ പുതിയ ടാക്സിനെ അനുകൂലിച്ചു കൊണ്ട് കിട്ടും. അതിനെ ഒപ്പോസ് ചെയ്യുന്ന ഒരൊറ്റ വോട്ട് കൂടുതൽ എണ്ണം ആളുകൾ ഉണ്ടെങ്കിൽ പോലും ഒരൊറ്റ വോട്ട് മാത്രമേ തേർഡ് എസ്റ്റേറ്റിന് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ ഒരു ആവശ്യത്തിന് വേണ്ടിയാണ് ലൂയി 16 വിളിച്ചുകൂടി. പക്ഷേ അവിടെ സംഭവിച്ചത് ദി ഫസ്റ്റ് ടു estates argued for a state-wide single voting system. On the other hand, third estate demanded individual vote for each member of all the three estates. ആ സ്റ്റേറ്റ് ജനറൽസ് എന്താണ് സംഭവിച്ചത്? ആ സ്റ്റേറ്റ് ജനറലിൽ തേർഡ് എസ്റ്റേറ്റ് ആർഗ്യൂഡ് ഫോർ വാട്ട്? തേർഡ് എസ്റ്റേറ്റ് argued single vote to each individual demanded individual votes. They demanded, or the third estate demanded, എന്തിനാ ഡിമാൻഡ് ചെയ്തത്? ഇൻഡിവിജ്വൽ വോട്ട്. ഓൺ ദി അതർ ഹാൻഡ് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് എസ്റ്റേറ്റ് ആർഗ്യൂഡ് ഫോർ വാട്ട്? ആർഗ്യൂഡ് എസ്റ്റേറ്റ് വൈസ് വോട്ടിംഗ് സിസ്റ്റം. അങ്ങനെ വരുമ്പോൾ അവർക്ക് വളരെ ഈസി ആയിട്ട് ആ നിയമം പാസ്സാക്കാം. നേരെ മറിച്ച് ഇൻഡിവിജ്വൽ വോട്ടാകുമ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാരുള്ളത് തേർഡ് എസ്റ്റേറ്റിൽ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ നിയമം പാസ്സാക്കാൻ കഴിയാതെ വരും. This was the structure of the state general on that time. First estate only 285 in the first estate 285 members, and in the second estate 308, and in the third estate 621. ഇവിടെ സ്വാഭാവികമായിട്ടും ദീസ് ടു എസ്റ്റേറ്റ് ആർഗ്യൂഡ് ഫോർ എസ്റ്റേറ്റ് വൈസ് വോട്ട്. ഓൺ ദി അതർ ഹാൻഡ് ദി തേർഡ് എസ്റ്റേറ്റ് ആർഗ്യൂഡ് ഓർ ഡിമാൻഡഡ് ഫോർ ഇൻഡിവിജ്വൽ വോട്ട്. ബിക്കോസ് എന്താണ്? ഈ മൂന്നാമത്തെ എസ്റ്റേറ്റിലാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉള്ളത്. ഏറ്റവും കൂടുതൽ ആൾക്കാരുണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ നിയമം പാസ്സാക്കാൻ കഴിയാതെ വരും, ഇൻഡിവിജ്വൽ വോട്ടായിട്ട് മാറുമ്പോൾ. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഇതിനെ അംഗീകരിക്കാത്ത ഒരു അവസ്ഥ ഉണ്ടായി അല്ലേ? അങ്ങനെ വന്നപ്പോഴാണ് ഈ തേർഡ് എസ്റ്റേറ്റ് ഈ ആർഗ്യുമെൻ്റ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തേർഡ് എസ്റ്റേറ്റ് assembled themselves in the National Assembly of France. While the argument went on, the members of the third estate declared themselves as their National Assembly of France, and they assembled the nearby tennis court and take an oath, what was the oath? And they taken an oath that was they swore not to leave until they had framed a constitution of France. അതാണ് അവർ ആ മൂന്നാമത്തെ എസ്റ്റേറ്റ് ഈ ആർഗ്യുമെന്റ് നടക്കുന്ന സമയത്ത്. എന്താണ് ആർഗ്യുമെന്റ്? വാട്ട് വാസ് ദി ആർഗ്യുമെന്റ്? ദിസ് ആർഗ്യുമെന്റ് വാസ് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് എസ്റ്റേറ്റ് ആർഗ്യൂഡ് ഫോർ എസ്റ്റേറ്റ് വൈസ് വോട്ടിംഗ് സിസ്റ്റം. ഓൺ ദി അതർ ഹാൻഡ് തേർഡ് എസ്റ്റേറ്റ് ആർഗ്യൂഡ് ഓർ ഡിമാൻഡഡ് ദി ഇൻഡിവിജ്വൽ വോട്ടിംഗ് സിസ്റ്റം. ഈ ആർഗ്യുമെന്റ് നടക്കുന്ന സമയത്ത് തേർഡ് എസ്റ്റേറ്റ് ഡിക്ലെയർഡ് ദംസെൽവ്സ് ആസ് ദി നാഷണൽ അസംബ്ലി ഓഫ് ഫ്രാൻസ്. ഞങ്ങളാണ്, അല്ലെങ്കിൽ തേർഡ് എസ്റ്റേറ്റ് ആണ് ഫ്രാൻസിൻ്റെ നാഷണൽ അസംബ്ലി എന്ന് സ്വയം തീരുമാനിക്കുകയും തൊട്ടടുത്തുള്ള ഒരു ടെന്നീസ് കോർട്ടിൽ അവർ ഒത്തുചേരുകയും അസംബിൾ ചെയ്യുകയും അവർ ആ അസംബിൾ ചെയ്ത ടെന്നീസ് കോർട്ടിൽ വെച്ച് അവർ ഒരു പ്രതിജ്ഞയെടുത്തു. ആൻഡ് എന്തായിരുന്നു ആ പ്രതിജ്ഞ? നോട്ട് ടു ലീവ് അണ്ടിൽ ദേ ഹാഡ് ഫ്രെയിംഡ് എ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഫ്രാൻസ്. അല്ലേ? ഫ്രാൻസിനൊരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കിയിട്ടല്ലാതെ ഇവിടെ നിന്ന് പിരിഞ്ഞു പോവുകയില്ല എന്നൊരു തീരുമാനം, ഒരു ഓത്ത് അല്ലെങ്കിൽ ഒരു പ്രതിജ്ഞ എടുത്തു. ആൻഡ് ദിസ് ഇവൻറ്റ് വാസ് നോൺ ആസ് ടെന്നീസ് കോർട്ട് ഓത്ത് ഇൻ ദി ഫ്രഞ്ച് റവല്യൂഷൻ. അല്ലെങ്കിൽ ഈ ഫ്രഞ്ച് റവല്യൂഷനിലെ പ്രധാനപ്പെട്ട ഒരു ഇൻസിഡൻ്റ് ആയിരുന്നു ടെന്നീസ് കോർട്ട് ഓത്ത്. വാട്ട് വാസ് ദി ടെന്നീസ് കോർട്ട് ഓത്ത്? ഈ വൈൽ ദി ആർഗ്യുമെൻറ്റ് വെൻറ്റ് ഓൺ, ദി ആർഗ്യുമെൻറ്റ് വാസ്, നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ, ആ ആർഗ്യുമെൻറ്റ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ദി മെമ്പേഴ്സ് ഓഫ് ദി തേർഡ് എസ്റ്റേറ്റ് എന്ത് ചെയ്തു? അസംബിൾഡ് ഇൻ ദി നിയർ ബൈ ടെന്നീസ് കോർട്ട് ആൻഡ് ദേ swore not to leave. They swore or
they take an oath not to leave until they had framed a constitution of France. And this event, അങ്ങനെ എടുത്ത ആ ടെന്നീസ് കോർട്ടിൽ വെച്ചെടുത്ത ആ പ്രതിജ്ഞയും അവരുടെ ആ തീരുമാനങ്ങളും ആ സംഭവം വാസ് നോൺ ആസ് ടെന്നീസ് കോർട്ട് ഓത്ത്. ആൻഡ് now we can conclude today's class, and we will meet next class. Okay, thank you.